കാരണം ഒരു വലിയ എല്ലാവരും ക്വസ്റ്റ്യൻ അതാ. ഇപ്പം ജോയിൻ ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന് 2 സൊല്യൂഷൻ ഉള്ളത്. ഒന്ന് എഫക്റ്റീവ് ടൈം മാനേജ് ചെയ്യണം, പിന്നെ കുറച്ചുകൂടെ ഏർലി ആയിട്ട് തുടങ്ങുക എന്നുള്ളത്. വല്ലാതെ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രാധാന്യം കൊടുക്കരുത്. എനിക്ക് ആദ്യത്തെ 2 എക്സാമിനൊക്കെ ഞാന് മീൻസ് സെം എക്സാം ഞങ്ങൾ മുഴുവൻ ലാസ്റ്റ് ആയിരുന്നല്ലോ, അപ്പൊ അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്തോണ്ട് ജാം എക്സാമിന്റെ പ്രിപ്പറേഷൻ കുറച്ച് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നു. എനിക്ക് അത് എക്സാമിൽ നല്ലോണം പ്രശ്നം പറ്റി. കാരണം ടൈം ഉണ്ടല്ലോ നമുക്ക് 3 അവർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നും ചെയ്തു. പിന്നെ എനിക്ക് അവസാനം ടൈം മാനേജ് ചെയ്യാൻ ചെറുതായിട്ട് പ്രശ്നം പറ്റി. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എക്സാം എഴുതണം എന്നുള്ളത് അല്ലേ? എക്സാം ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അത് പഠിച്ചു തീർന്നുണ്ടാവില്ല എന്ന് വെച്ചാൽ എക്സാം എഴുതാതിരിക്കും. അങ്ങനെ ഒരു ധാരണയാണ് പലരും കണ്ടുവരുന്നത്. പക്ഷെ അത് ഓവർകം ചെയ്യണം. എന്തായാലും എക്സാം നിരന്തരമായിട്ട് എഴുതണം എന്നുള്ളത്. നിരന്തരം എഴുതിയോണ്ടിരിക്കും. ഞാൻ അന്ന് ട്രിസിനെ പറ്റി കേട്ടിരുന്നു ഫസ്റ്റ് ഇയറിൽ തന്നെ, പക്ഷെ അന്ന് ജോയിൻ ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് 3rd ഇയർ ആയപ്പോഴാണ് ഒരു ബോധമൊക്കെ വന്നത്, എന്തെങ്കിലുമൊക്കെ ഒന്നും ആയിട്ടില്ല, ഒരു കണ്ടന്റ് പഠിച്ചെടുത്തിട്ടില്ല. അപ്പൊ പിന്നെ 3rd ഇയർ ഫസ്റ്റ് ഇതിൽ തന്നെ ജോയിൻ ചെയ്തു. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ ട്രിസിന്റെ മാത്രമേ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ റെക്കോർഡിങ്സ് കാണുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്ന് സക്സസ് ബ്ലൂ പ്രിന്റിലുള്ളത് ഹിബയാണ്. ഹിബ ഇപ്പം IIT ഇൻഡോറിൽ MSc കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഹിബയിൽ നിന്ന് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഇൻഡോറൊക്കെ? അടിപൊളിയാണോ? ഇൻഡോർ കുഴപ്പമില്ല. സിറ്റി കുറച്ച് ദൂരെയാണ്, 1 കിലോമീറ്റർ അല്ല 1 മണിക്കൂർ യാത്രയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇത്തിരി ഉള്ളിക്കുള്ള സ്ഥലമാണ്. പൊതുവെ എല്ലാ IIT പോലെയൊക്കെ തന്നെ. പക്ഷെ IIT ക്യാമ്പസ് നല്ല നൈസ് ആയിരിക്കും. ക്യാമ്പസ് എങ്ങനെ മീൻസ് നിങ്ങളെ അക്കോമഡേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ ഇതൊക്കെ നല്ല ഹോസ്റ്റലാ. ഒരാൾക്ക് ഒരു റൂമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ റഷ് ഇല്ലല്ലോ, ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം. ഒരു യൂണിറ്റില് 6 പേരായിട്ട് ഇങ്ങനെ. ഒരു യൂണിറ്റിൽ 6 പേര്. എന്നിട്ട് ഓരോരുത്തർക്ക് സിംഗിൾ റൂം ഒക്കെയാണ്. അതെ അതെ. പിന്നെ 2 മലയാളികളുണ്ട് ഒപ്പം എന്റെ കൂടെ, കെമിസ്ട്രിയിൽ അഡ്മിഷൻ എടുത്തവര്. ഓരാണ് അടുത്തുള്ള റൂമുകളിലൊക്കെ, അതുകൊണ്ട് സുഖാണ്. ഇല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് കേറി വന്നിട്ട് ഇവിടെ കൊറേ മലയാളികളെ കണ്ടപ്പോഴൊക്കെ ഭയങ്കര സമാധാനമായിരുന്നു. അത് ഓൾമോസ്റ്റ് കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എവിടെ ഇൻഡോറില് മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ടാവും മതി അല്ലേ? ഞങ്ങൾ ഓണം സെലിബ്രേഷൻ ഒക്കെ നടത്തിയിരുന്നത്. എങ്ങനെ കൂടുതൽ ആളുകൾ ഏത് കാറ്റഗറിയിലാ? ബിടെക് ആണോ, എംടെക് ആണോ, MSc ആണോ, എങ്ങനെയാണ്? MSc PhD ആണ്. ആസ്ട്രോയിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. IIT അവിടെ ആസ്ട്രോന്റെ കാര്യം ഇത് കുറച്ചുകൂടെ നല്ല ഇന്റൻസീവായി നടക്കുന്ന ഇൻഡോർ. ഇപ്രാവശ്യം 5 മലയാളികളായിട്ട് വന്നിട്ടുണ്ട് PhD ചെയ്യാനായിട്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇങ്ങോട്ട് ആസ്ട്രോ നോക്കുന്ന ആളുകൾക്ക് ഒരു ഓപ്ഷൻ ആണ് IIT ഇൻഡോർ. IIT ഇൻഡോർ നല്ലതാ. എങ്ങനെ ഹിബയും ആസ്ട്രോയിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അങ്ങനെ തന്നെ പോകുന്നുണ്ടോ? ഞാനൊന്നും തീരുമാനമായിട്ടില്ല എന്റെ പ്രൊജക്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ആസ്ട്രോയിലൊക്കെ പോയി നോക്കി, മീൻസ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഒരു ടീച്ചറുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഫൈൻഡ് ചെയ്തിട്ടില്ല ഏതാ താല്പര്യമുള്ള മേഖല. എങ്ങനെ MScന്റെ പ്രൊജക്ട് ഇപ്പം തന്നെ നേരത്തെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാനുള്ള പ്രൊവിഷൻ ഒക്കെ ഉണ്ടോ? അതെങ്ങനെ കോഴ്സ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്? ഇല്ല, അടുത്ത സെമ്മില് ഒരു സെമിനാർ ഉണ്ട്. അപ്പൊ അതിനുള്ള ടോപ്പിക് മീൻസ് നമ്മുടെ പ്രൊജക്ടിന്റെ ടോപ്പിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ റിസർച്ച് ഏരിയ ഏതാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 2nd ഇയർ ഫുള്ള് പ്രൊജക്റ്റാ വരുന്നത്. അതിനുള്ള കോഴ്സ് വർക്ക് ഇല്ല. ഓരോ IIT ഡിഫറെന്റ് ആയിട്ടാണ് ശരിക്ക് MSc കോഴ്സുകളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു IIT ഇൻഡോറിൽ കുറച്ചുകൂടെ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ? യെസ്, നൈസ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് ലാബ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ലാബ് ഒക്കെ തുടങ്ങിയോ? ഇപ്പൊ ഓൾറെഡി ലാബ്സ് ഒക്കെ ഒരു ലാബ് ഉണ്ട് കോഴ്സ് വർക്ക് ആയിട്ട്. ഒരു ലാബ് ഇൻക്ലൂഡഡ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അടിപൊളി. പിന്നെ അപ്പോ ഇതൊക്കെയാണ് IITയിലെ വിശേഷങ്ങള്. ക്യാമ്പസുകളൊക്കെ നൈസാണ്, ആസ്വദിച്ച് വരാൻ തോന്നുന്നുണ്ട് അല്ലേ? അപ്പത്തിന് പിന്നെ തിരക്കായി. ഇവിടെ ലീവ് അധികം ഉണ്ടാവുന്നു. ഡിസംബറിൽ 1 മാസം ലീവ് കിട്ടുന്നുണ്ടല്ലോ. എങ്ങനെ ക്ലാസ് സ്ട്രക്ചർ എങ്ങനെയുണ്ട്? ക്ലാസിന്റെ ടൈമിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ? ക്ലാസ് കുറച്ചുള്ളൂ, ആഴ്ചയിൽ കുറച്ച് ദിവസേ ഉള്ളൂ പഠിക്കാൻ, പക്ഷെ കൂടുതൽ ഉണ്ടാവും. നല്ല ആൾക്കാരാ, നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അപ്പൊ
പിന്നെ MSc പഠിച്ചു തുടങ്ങിയപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സുകളൊക്കെ? ആ ഫസ്റ്റ് ആഴ്ചകളൊന്നും ഫസ്റ്റ് ബ്രീഫ് ക്ലാസ്സുകൾ ആക്കില്ല. നമുക്ക് ഒന്നും അറിയണ്ടാവില്ല. ആദ്യം കുറെ പേര് ഞാൻ പറഞ്ഞ് ഇവിടെ തന്നെയാണോ വരണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ പക്ഷെ ഗ്രാജുവലി പിന്നെ സെറ്റ് ആയി ആ തുടങ്ങിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ മനസ്സിലായി നേരായി വരുന്നുണ്ട്. അപ്പത്തിന് പക്ഷെ മിഡ് സെം ആവാനായി. ഇപ്പോ സെപ്റ്റംബർ 15-ന് മിഡ് സെം തുടങ്ങുകയാണ്. യെസ്. മിഡ് സെമസ്റ്ററും കൂടെ പൊതുവെ IIT-ലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. മിഡ് എക്സാംസ് ഉണ്ടാകും. അപ്പോ പെട്ടെന്ന് പരിപാടി തീരും. മിഡ് അത് കഴിയുമ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ക്വിസ് ഉണ്ടാവും. സർപ്രൈസ് ക്വിസുകളൊക്കെ ഉണ്ടോ? സർപ്രൈസ് അല്ല, അല്ലാതെ തന്നെ പറയുന്നത്. സർപ്രൈസ് കെമിസ്ട്രിക്കാരോടൊക്കെ സർപ്രൈസ് ആണ്, ഞങ്ങൾക്ക് സർപ്രൈസ് അല്ല. എനിക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ സർപ്രൈസ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഓ രാവിലെ വന്നിട്ട് നേരെ പേപ്പർ എടുത്ത് എഴുതിക്കോളൂന്ന് പറഞ്ഞ പോലെ. ഞങ്ങൾക്ക് അതിന് സർപ്രൈസ് അല്ലാതെ തന്നാൽ തന്നെ പഠിക്കാൻ ഭയങ്കര പണിയാണ്. സക്കുറായി ആണ് ഫോളോ ചെയ്യുന്നത്. സാക്കുറായി. ഓക്കെ, അടിപൊളി. ഓക്കെ, പിന്നെ ഹിബ BSc എവിടെയായിരുന്നു ചെയ്തത്? ഞാൻ വിക്ടോറിയ കോളേജ്, പാലക്കാട്. വിക്ടോറിയ പാലക്കാട്. അവിടുന്ന് കുറെ അധികം ആളുകളൊക്കെ ഈ വർഷമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഏത് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തത്? അതെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റിന്. കാലിക്കറ്റിന്റെ സിലബസും ഇപ്പം നിലവില് കുറെ അധികം ആളുകൾക്ക് അറിയാലോ. അപ്പൊ ഓൾറെഡി ഉള്ള വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കോളേജ് വേഴ്സസ് ജാം പ്രിപ്പറേഷൻസ് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാ. അപ്പൊ അത് ഹിബന്റെ ഒരു മെത്തേഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പോ ബാക്കിയുള്ളവർക്കുള്ള ഒരു സജഷനോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരുമോ? കോളേജ് പ്രിപ്പറേഷൻ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് നമുക്ക് ജാമിന് കിട്ടണമെങ്കിൽ ജാമിനായിട്ട് പ്രിപ്പയർ ചെയ്യണം, എക്സാമിനായിട്ട് നോക്കണ്ട. മീൻസ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണ്ട, മീൻസ് അത് പാസ്സാക്കി വിട്ടാൽ മതി. പക്ഷെ നമ്മൾ കണ്ടന്റ് കുറെ ഒക്കെ എടുക്കാൻ നോക്കണം. മീൻസ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെറുതെ ഇരിക്കല്ല, ആ കണ്ടന്റ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ ജാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും കുറച്ചും കൂടെ നമ്മൾ അറിഞ്ഞ് ചെയ്യുക, വെറുതെ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം ആവരുത് എന്നൊരിതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ. വല്ലാതെ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രാധാന്യം കൊടുക്കരുത്. എനിക്ക് ആദ്യത്തെ 2 എക്സാമിനൊക്കെ ഞാന് മീൻസ് സെം എക്സാം ഞങ്ങൾ മുഴുവൻ ലാസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്തോണ്ട് ജാം എക്സാമിന്റെ പ്രിപ്പറേഷൻ കുറച്ച് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നു. അതാണ് പിന്നെ അവസാനമായപ്പോ കണ്ട് റാങ്ക് കുറച്ചുകൂടെ അങ്ങ് കേറേണ്ടതാണ് അല്ലെ? അതെനിക്ക് നല്ല പിന്നെ ബോധ്യമുണ്ട്. കാരണം നിങ്ങള് കുറച്ചാളുകൾ നല്ല രീതിയിൽ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. പിന്നെ മോറോർലെസ് കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പിന്നെയും ജാമുമായിട്ടൊരു താരതമ്യേന നല്ല സിലബസ് ആണ്. ഇപ്പം കേരള മറ്റു സിലബസ് തന്നെ നേരെ പഠിച്ച് ജാമിലേക്കൊന്ന് മാറ്റിയാൽ മതി, കൺവേർട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് നോക്കാം അല്ലെ? അതെ. പിന്നെ ഏതൊക്കെ മീൻസ് 7 ടോപ്പിക്കും പഠിച്ചായിരുന്നു എക്സാമിന് പോയത് അതോ? ഇല്ലല്ല, ഞാൻ ഇലക്ട്രോഡൈനാമിക്സ് കുറച്ചേ പഠിച്ചിരുന്നുള്ളൂ. മീൻസ് അത് കംപ്ലീറ്റ് ഒഴിവാക്കിയ പോലെ ആയിരുന്നു. ഞാൻ എക്സാമിന് പ്രോബ്ലംസ് ഒന്നും നോക്കിയിട്ടേ ഇല്ല, കാരണം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മീൻസ് റെക്കോർഡിങ്സ് ഒക്കെ വെറുതെ കേട്ടിരുന്നു, പക്ഷെ അവസാന റിവിഷൻ ടൈമിലൊന്നും ഞാൻ നോക്കിയേ ഉണ്ടായിരുന്നില്ല. അപ്പോ അത് തീരെ നോക്കിയിരുന്നില്ല. പിന്നെ മെക്കാനിക്സ് കുറച്ചൊക്കെ നോക്കിയിരുന്നു, അങ്ങനെ. ബാക്കി കുറെയൊക്കെ കവർ ചെയ്തിരുന്നു. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ ഏറെക്കുറെ ഇപ്പം എക്സാംസിന്റെ ഒരു റിവ്യൂ എടുത്തു തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ടോപ്പിക് ഏതാന്ന് പറയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ എക്സാമിൽ നമുക്ക് ഓർമ്മയില്ല, എക്സാം എഴുതിയിട്ട് കുറച്ചായില്ല. ഓക്കെ, ഫൈൻ. കാരണം ചില സമയത്ത് ചില ടോപ്പിക്സ് നമ്മൾക്ക് ഒരു രക്ഷകനായി വരാറുണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക് ബൈ ചാൻസ് ചിലപ്പോൾ ലാസ്റ്റ് പഠിച്ച ടോപ്പിക് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോന്നുള്ളതാ ചോദിച്ചത്. ഏതായാലും പിന്നെ എനിക്ക് പറയാനുള്ളത് ടെസ്റ്റ് സീരീസ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എനിക്ക് അത് എക്സാമിൽ നല്ലോണം പ്രശ്നം പറ്റി. കാരണം ടൈം ഉണ്ടല്ലോ നമുക്ക് 3 അവർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നും ചെയ്തു. പിന്നെ എനിക്ക് അവസാനം ടൈം മാനേജ് ചെയ്യാൻ ചെറുതായിട്ട് പ്രശ്നം പറ്റി. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ കിട്ടി, എനിക്കൊരു ക്വസ്റ്റ്യന്റെ. പക്ഷെ എങ്കിൽ അത് ആൻസർ അവിടെ കുത്താൻ പറ്റിയില്ല. അപ്പത്തിന് ടൈം ഓവർ ആയി പോയി. അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പൊ അത് ടൈം നമ്മൾ മാനേജ് ചെയ്യാൻ മീൻസ് എക്സാം അങ്ങനെയാണല്ലോ, ടൈം മാനേജ്മെന്റ് ഇതിന് പഠിക്കണ്ടല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് അങ്ങനെ പോയി എഴുതരുത്. പ്രിപ്പറേഷന്റെ സമയമാണല്ലോ നമ്മളിപ്പോ വീക്കെൻഡ് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പലരും എന്താന്ന് വെച്ചാല് ഇപ്പൊ എക്സാം ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അത് പഠിച്ചു തീർന്നുണ്ടാവില്ല എന്ന് വെച്ചാൽ എക്സാം എഴുതാതിരിക്കും. അങ്ങനെ ഒരു ധാരണയാണ് പലരും കണ്ടുവരുന്നത്. പക്ഷെ അത് ഓവർകം ചെയ്യണം. എന്തായാലും എക്സാം നിരന്തരമായിട്ട് എഴുതണം എന്നുള്ളത് എഴുതിക്കൊണ്ടിരിക്കും സൊല്യൂഷൻ. പിന്നെ അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കണം. മീൻസ് 3 അവർ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാത്ത പ്രിപ്പറേഷന്റെ സമയത്ത് ഒരു ചടപ്പായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് മാറ്റി വെച്ച് പോയത്. അതാണ് എനിക്ക് പറ്റിയ അവളി. പക്ഷെ നമ്മൾ ആ 3 അവർ എന്തായാലും ചെയ്ത് നോക്കണം, 2-3 വട്ടം ഇരുന്ന് ശീലിക്കാന്നുള്ളത്. 3 മണിക്കൂർ പിടിച്ചിരിക്കണല്ലോ, അത് വളരെ പ്രധാനമാണ്.
3 മണിക്കൂർ ആ നമ്മൾ അതെ ഇന്റൻസീവ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് തന്നെ. ആ ഓക്കെ. അത് നമ്മൾ ചെയ്യൂല, അത് ചെയ്യണം എന്നുള്ളതാണ്. യെസ്. ഓക്കെ, ഫൈൻ. പിന്നെ ഹിബ ഏത് മുതലാണ് ഇന്റൻസീവ് ആയിട്ട് നോക്കാൻ തുടങ്ങിയത്? മീൻസ് സെക്കൻഡ് ഇയർ ആണോ തേർഡ് ഇയർ ആയപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? ഓൾറെഡി ഞാൻ BSc തേർഡ് ജോയിൻ ഇയറിനാണ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നോ ജാം വാങ്ങണം എന്നുള്ളത്? ഉണ്ടായിരുന്നു. അത് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു ഉം, ഉം, നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ളത് നോക്കണം, ഇവിടുത്തെ കോളേജുകൾ മാത്രം നോക്കി ഇങ്ങനെ ഇരുന്നാ പോരാ, നിങ്ങൾ ഗേറ്റും ജാമും ഒക്കെ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഉം, അപ്പൊ ഒരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ ആയി, ലോക്ക്ഡൌൺ ആയി. അപ്പൊ പിന്നെ ഞാൻ അന്ന് ട്രിസിനെ പറ്റി കേട്ടിരുന്നു ഫസ്റ്റ് ഇയറിൽ തന്നെ, ഉം, പക്ഷെ ഉം, അന്ന് ജോയിൻ ചെയ്തില്ല. ഉം. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴാണ് ഒരു ബോധമൊക്കെ വന്നത്, എന്തെങ്കിലുമൊക്കെ ആഹാ. ഒന്നും ആയിട്ടില്ല, ഒരു കണ്ടന്റ് പഠിച്ചെടുത്തിട്ടില്ല, ഓക്കെ. കൊറോണ ആയി വീട്ടിലിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നൊക്കെ ഇത് യെസ്. വന്നത്. അപ്പൊ പിന്നെ തേർഡ് ഇയർ ഫസ്റ്റ് ഇതിൽ തന്നെ ജോയിൻ ചെയ്തു. നീ തേർഡ് ഇയർ ആദ്യം തുടങ്ങുമ്പോ തന്നെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു ആദ്യം മുതലേ? ആ ആ എനിക്ക് തോന്നുന്നത് ജാമിന്റെ ഒരു ത്രൂ ഔട്ട് ഇന്റൻസീവ് കോച്ചിങ്ങിൽ ഉണ്ടായിരുന്നു. ആ. അപ്പൊ ഏതായാലും പിന്നെ അതിന്റെ അത് പക്ഷെ അത് ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ ചുമ്മാ ഇതായിട്ട് തന്നെ പോയത്, ക്ലാസ് ചിലപ്പോ ഇന്റൻസീവ് കാണും ചിലപ്പോ അല്ലാണ്ട് ഒരു കാണില്ല. ഫ്ലോയില് മാത്രം ആ പോയി. ആ പിന്നെയാണ് 6 മാസം ഇനിയും കഴിഞ്ഞു, ഇനി കുറച്ചുള്ളൂ എന്നൊക്കെ ഒരു ബോധം വന്നത്. യെസ്, യെസ്. എങ്ങനെ അവസാനഘട്ട സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ലാസ്റ്റ് ഒരു അവസാന 2 ഘട്ടം മാസമൊക്കെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് കൊണ്ടുപോയത്? എനിക്ക് അവസാനം കുറച്ചുകൂടെ പ്രശ്നം പറ്റിയ ആളാണ് ഞാൻ. കാരണം ഞങ്ങൾക്ക് ആ, എക്സാംസ് കുറച്ച് വെച്ചു ടീച്ചേഴ്സ്. ഓക്കെ. ആ, ആ, അതിന്റെ ആ. ബേസിൽ സി മാർക്ക് എടുക്കുള്ളൂ എന്നൊക്കെ ആയപ്പോ ഉം, എനിക്ക് ലീവും കുറെ വന്നു. ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരുന്നോണ്ട്. ഉം, അപ്പൊ ഉം. ആ സമയത്ത് എനിക്ക് അവസാന വീക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ തളം തെറ്റിയതാണ് ഞാൻ. പക്ഷെ എന്തോ അത് ഭാഗ്യത്തിന് പിടിച്ചു കിട്ടി, നിന്ന് ഞങ്ങൾക്ക് എക്സാം ആദ്യം കിട്ടി. ആദ്യം ആ ഉണ്ടായിരുന്ന ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് ആ പിടിച്ചു നിന്ന് അല്ലേ? പിടിച്ചു നിന്നു എന്നൊക്കെ. പിന്നെ ആ, എത്രയും ലീവ് എടുത്താലേ അത്രയും എഫേർട്ട് ഇട്ടില്ലേ, അപ്പൊ ഒന്നും മനസ്സിലായി. കൂടെ നോക്കണം എന്നൊരു രീതിയിലൊക്കെ എടുത്തതാണ്. ഓക്കെ, ഓക്കെ. ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ചൊക്കെ ടൈം സാക്രിഫൈസ് മാനേജ്. ചെയ്യേണ്ടി വരും നമ്മുടെ അക്കാഡമിക്സും ആയിട്ട്, യെസ്, എന്നാ ഓഫ് തന്നെ എത്താൻ കോഴ്സ്. പറ്റും. കാരണം ഒരു വലിയ എല്ലാവരും ക്വസ്റ്റ്യൻ അതാ. ഇപ്പം ജോയിൻ ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന് 2 സൊല്യൂഷൻ ഉള്ളത്. ഒന്ന് എഫക്റ്റീവ് ടൈം മാനേജ് ചെയ്യണം, പിന്നെ കുറച്ചുകൂടെ ഏർലി ആയിട്ട് തുടങ്ങുക എന്നുള്ളത്. അപ്പൊ കുറച്ചുകൂടെ ഒക്കെ അതെ. റിലാക്സ്ഡ് ആയിട്ട് നേരത്തെ പഠിച്ചു തീർക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് നേരെ പഠിക്കാൻ നോക്കാം, മീൻസ് ഉം, കണ്ടന്റ് ഒക്കെ ഒന്ന് ഉം, കുറച്ചുകൂടെ ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ ഉം, നല്ലതായിരിക്കും. ഉം, ഉം, ഉം. എങ്ങനെ ബുക്സ് ഇപ്പം ഇപ്പം നമുക്ക് ബേസിക്സിന് വേണ്ടിയിട്ട് എങ്ങനെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതോ ഏത് ബുക്സ് ആയിരുന്നു ബേസിക്സ് എനിക്ക് ആ ഒക്കെ സ്ട്രോങ് ബുക്ക് ആക്കാൻ ശരിക്കും റെഫർ പറഞ്ഞാൽ ചെയ്തത്? ഫസ്റ്റ് ഇയറിൽ ഞാൻ തപ്പി നോക്കിയതാണ്. ഞാൻ ഉം. മൊബൈലിലും കമ്പ്യൂട്ടറിലും പഠിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ. ആ, ആ, പക്ഷെ ആ, ലൈബ്രറിയിൽ നിന്ന് അത് കിട്ടിയില്ല. ആ. ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ കമ്പ്യൂട്ടറിൽ നോക്കി ചെയ്തിരുന്നു എന്ന് മാത്രം. ഓക്കെ, ഓക്കെ, ഫൈൻ. എങ്ങനെ കുഴപ്പമില്ലാത്തൊരു ഒരു ബേസിക്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. മോഡ് ഓഫ് സ്റ്റഡിയില് മീൻസ് എങ്ങനെയായിരുന്നു കൺസെപ്റ്റുകൾ പഠിച്ചെടുക്കുന്നത് കൂടുതലായിട്ട്? ഇപ്പോൾ റീഡിങ്ങിലൂടെയാണോ അതോ വീഡിയോ ലെക്ചേഴ്സോ ലൈവ് ക്ലാസ്സോ ഏതാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയത്? എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മുഴുവൻ ട്രിസിന്റെ മാത്രമേ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഓക്കെ. റെക്കോർഡിങ്സ് കാണുക, ആ, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ആ, ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ പലരോടും സാറ് ബുക്ക് സജസ്റ്റ് ചെയ്തിരുന്നല്ലോ, ആ, 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 അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയി. ആ ക്വസ്റ്റ്യൻസ് ആ ആ ബുക്ക് ക്വസ്റ്റ്യൻസ് ഇരുന്ന് യൂസ് ചെയ്ത് ചെയ്യുമായിരുന്നു. ഇരുന്ന് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ. ഞാൻ പലരോടും ഹിബയുടെ ഒരു കാര്യം ഓറിയന്റേഷനിൽ പറയാറുണ്ട്. അതായത് അധികം വ്യാകുലതപ്പെടാതെ പഠിച്ച ഒരാളാണ് ഹിബ. ഇപ്പം നോർമലി ചില ആളുകളൊക്കെ ആദ്യം തന്നെ കിട്ടോ ഇല്ലേ കിട്ടോ അതിലാണ് കൂടുതൽ സമയം ഒരു ചിന്തിച്ച് ചെലവഴിക്കുന്നത്. പക്ഷേ അതിന് പകരം എനിക്ക് തോന്നുന്നത് കിട്ടാണ് വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മെന്റാലിറ്റിയില് അത് എനിക്കും പഠിച്ച തന്നെ ആളാണെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു. ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതിൽ എന്താ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അമ്മേനോട് ചോദിച്ചു, ഉം, അമ്മ IIT കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, ഉം. മീൻസ് നമുക്ക് കുറേ മിത്തുകൾ കേൾക്കുന്നുണ്ടല്ലോ, ആ, എങ്ങനെ ആ, ആ. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ പോണോ, ഇതിന് പ്രിപ്പയർ ചെയ്യണോ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു, എന്തായാലും നീ ഒന്നും ചെയ്യാതിരിക്കണേക്കാളും നല്ലതാണ് അതിന് പ്രിപ്പയർ ചെയ്ത് നിനക്ക് ആ സാധനത്തിലേക്ക് നിനക്ക് പോയിട്ടില്ലെങ്കിലും ആ ഉം. കണ്ടന്റ് നിന്റെ എന്തായാലും നിൽക്കുമല്ലോ, അപ്പൊ യെസ്, അതിനു യെസ്, വേണ്ടി യെസ്. നീ പഠിച്ചോ. ഉം. അപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷനിൽ ഞാൻ പഠിച്ചതാണ്. അതെ. ഞാൻ ആ വെറുതെ ഒരു ആവൂല, എങ്ങനെ കാര്യം പോയാലും ഒരു അത് ഉപകാരം കിട്ടും. നല്ല രീതിയിൽ ഞാൻ കുറെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ റിസൾട്ട് നീ ഷെയർ ചെയ്ത സമയത്ത് പോലും ആ ഒരു വോയിസിൽ അത് ഉണ്ടായിരുന്നു. മീൻസ് ഓക്കെ വളരെ കൂളായിട്ടാണ് റിസൾട്ട് പറയുന്നതും ഒക്കെ വളരെ കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. പക്ഷെ കുറെ ആളുകൾ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അവര് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുക. ഇത് നടക്കോ ഇല്ല. അപ്പൊ അങ്ങനത്തതൊക്കെ മാറ്റി വെച്ച് ലെറ്റ് ഇറ്റ് ഗോ. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാന്നുള്ളതാണ്. ആ ഓക്കെ, ഫൈൻ. അതന്നെ ഉള്ളു, നമ്മുടെ ഭാഗത്തും നമ്മൾ ചെയ്യാം, ബാക്കി വരുന്നിടത്ത് കാണാം. എന്തായാലും വെറുതെ ആവില്ല പ്രിപ്പറേഷൻ, ഇത് എവിടെയെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നില്ലതാണ്. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ. അപ്പൊ എങ്ങനെ ഇനി ഭാവി IIT തന്നെ അവിടെ അസ്ട്രോയിലൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ?
അതോ ഫോറിൻ ഞാൻ അങ്ങനെ ആസ്ട്രോയിലാണോ റിസർച്ച് ഡിസൈഡ് ഓറിയന്റഡ് ചെയ്തത്. ആയിട്ടാണോ നോക്കുന്നത്, അതോ വേറെ വല്ല കരിയർ സ്വിച്ചിങ്ങും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഫിസിക്സിൽ തന്നെയാണ് കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. ഉം. നെറ്റും ക്വാളിഫൈ ചെയ്യാൻ നോക്കണം ഇനി അടുത്തതായിട്ട്. ഉം, ഉം, ഉം.